ഡയറക്ടർ, ആക്ടർ, റൈറ്റർ എന്നീ മേഖലകളിലെല്ലാം തൻ്റെതായ കഴിവ് തെളിയിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇനി തൻ്റെ പേര് കൂടെ ഉണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അൽതാഫ് സലീം തൻ്റെ പുതിയ സിനിമ മന്ദാകിനിയിലൂടെ. ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ തൻ്റെ ആദ്യ നായക വേഷം മലയാളികൾ ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. വേറിട്ട സംസാര ശൈലിയിലൂടെ പല പല വേഷങ്ങളിൽ സഹനടനായി അഭിനയ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് മന്ദാകിനിയിലെ നായക വേഷത്തിൽ അദ്ദേഹം എത്തുന്നത്. എന്നാൽ അഭിനയത്തിന് പുറമെ സംവിധായകൻ എന്ന നിലയിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലൂടെ അതും തനിക്ക് വഴങ്ങുമെന്ന് കാണിച്ചു തന്നു. അൽതാഫ് എന്ന നടൻ തന്റെ സിനിമാ ജീവിതത്തിന്റെ മറ്റൊരു ചുവട് കൂടെ എടുത്തു വെച്ചിരിക്കുകയാണ്. കുറച്ചു നാളുകളായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്നവർ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യം. ബേസിൽ ജോസഫ്, ജിയോ ബേബി, ദിലീഷ് പോത്തൻ, അജയ് വാസുദേവ്, ലാൽ ജോസ്, അങ്ങനെ നീണ്ടു കിടക്കുന്ന ലിസ്റ്റ്. എന്നാൽ മന്ദാകിനിയിലേക്ക് വന്നാൽ മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരെയും ക്യാമറയ്ക്ക് മുന്നിൽ കാണാം. അത് നായകൻ അൽതാഫ് സലീമിൽ തുടങ്ങി ലാൽ ജോസ്, ജിയോ ബേബി, അജയ് വാസുദേവ് എന്നിങ്ങനെ പോകുന്നു. എന്നാൽ കഴിവുള്ളവർ അവിടെയും തിളങ്ങും. അതിനുദാഹരണമാണ് ബേസിൽ ജോസഫും ഇതാ ഇപ്പോൾ അൽതാഫ് സലീമും. സഖാവ്, മധുര മനോഹര മോഹം, പാച്ചുവും അത്ഭുത വിളക്കും, പ്രേമലു തുടങ്ങി സഹനടനായി തന്നെ മലയാള മനസ്സുകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് അൽതാഫ്. പ്രേമത്തിൽ തുടങ്ങി മന്ദാകിനിയിൽ വന്നു നിൽക്കുമ്പോൾ കിട്ടിയ കഥാപാത്രങ്ങൾ ഒന്നും മോശമാക്കിയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സിനിമയിൽ നിലനിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു സംവിധായകനായും നടനായും നിലനിൽക്കുക എന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ അൽതാഫ് തന്റെ രണ്ടാമത് സംവിധാനത്തിൽ വരുന്ന ചിത്രത്തിന്റെ തിരക്കിലാണ്. ഓടും കുതിര ചാടും കുതിര എന്ന പുതിയ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ എന്നിവരാണ് പ്രധാന വേഷം ചെയ്യുന്നത്. തികച്ചും റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ വരുന്ന ചിത്രമായിരിക്കുമെന്ന് സംവിധായകൻ അറിയിച്ചിരുന്നു. ഹേറ്റേഴ്സ് ഇല്ലാതെ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൽതാഫ് എന്ന നടനെ ഹേറ്റേഴ്സ് ഉണ്ടാകില്ല എന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹം നൽകുന്ന ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിഷ്കളങ്കതയുടെ മുഖമാണ് അൽതാഫിന്റെ എന്നതിൽ സംശയമില്ല. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനും നല്ല നല്ല സിനിമകൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ.